ഹലോ, വെൽക്കം ടു ലേണർ എജുക്കോർ. നമ്മുടെ കോഴ്സുകൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് പേര് നമ്മളെ കോണ്ടാക്ട് ചെയ്യുന്ന സമയത്ത് കോളൊന്നും കണക്റ്റ് ആവുന്നില്ല എന്നുള്ളൊരു പരാതി കേട്ടു. അതാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കോള് കണക്റ്റ് ആവുന്ന നമ്പറും അതുപോലെ തന്നെ വാട്സപ്പ് നമ്പറും ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ ഫസ്റ്റ് കമൻറ്റിൽ പിൻ ചെയ്തിട്ടും വെക്കാം. ഇനി എന്തുകൊണ്ടാണ് ഈ നമ്പേഴ്സ് പലതും കിട്ടാത്തത്? ആക്ച്വലി നമ്മൾ യൂട്യൂബിലൊക്കെ അപ്ഡേറ്റ് ചെയ്ത് പല വീഡിയോസിലും കൊടുത്തിട്ടുള്ള നമ്പേഴ്സൊക്കെ നമ്മളിങ്ങനെ ഇപ്പോൾ നമ്മൾ കറന്റ് യൂസ് ചെയ്യുന്നില്ല ചില നമ്പേഴ്സ്. അപ്പോൾ അങ്ങനത്തെ വീഡിയോസ് മാക്സിമം ഞാൻ നോക്കിയിട്ട് അത് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി എൻ്റെ ശ്രദ്ധയിൽ പെടാതെ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടോ ഞാൻ മാക്സിമം എപ്പോഴും നോക്കി അത് ക്ലിയർ ആക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതേപോലെ തന്നെ നമുക്ക് എന്തുകൊണ്ടാണ് ആ നമ്പേഴ്സൊക്കെ ഒഴിവാക്കിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ വാട്സപ്പിൽ ചില സമയങ്ങളിൽ നമുക്ക് ബാൻ കിട്ടും. അതായത് നമ്മൾ പ്രത്യേകിച്ചൊന്നും തെറ്റായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ടല്ല. ഈ വാട്സപ്പ് ബിസിനസ് യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അതിൽ ഇപ്പോൾ നമ്മുടെ സ്റ്റുഡൻസിനെ തന്നെ പുതിയൊരു ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യുന്ന സമയത്തും അപ്പോൾ ഒന്നിച്ച് കുറേ ആൾക്കാരെ ഒരു ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യുന്നു, ഇങ്ങനെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുമെന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്സപ്പ് ഓൺ ദ സ്പോട്ട് നമ്മളെ ബാൻ ചെയ്ത് കളയും. അപ്പോൾ അങ്ങനെ ഒരു ഇഷ്യൂലാണ് നമ്മുടെ വാട്സപ്പ് ഒക്കെ പോയിട്ടുണ്ടായിരുന്നത്. സോ വാട്സപ്പ് പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആ നമ്പർ മാറ്റിയിട്ട് പുതിയ നമ്പർ എടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ 1-2 പ്രാവശ്യം പോയിട്ടുണ്ട്. ഇനി ഇപ്പോഴത്തെ കറണ്ട് ഇഷ്യൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിപ്പോൾ നാട്ടിലില്ല, ഞാനിവിടെ UAE-യിലാണ്. ഞാൻ ഹസ്ബൻഡ് കൂടെ UAE-യിലേക്ക് വന്നതാണ്. സോ അങ്ങനെ ഒരു റീസൺ കൊണ്ട് കൂടിയാണ് നമുക്ക് കോള് വിളിച്ചു കഴിഞ്ഞാൽ കണക്റ്റ് ആവാതെ സ്വിച്ച് ഓഫ് ആണെന്ന് പറയുന്നത്. ആക്ച്വലി ആ നമ്പർ ഒന്നും സ്വിച്ച് ഓഫ് അല്ല, ഞാനിപ്പോൾ ഇവിടെ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു നമ്പർ എനിക്ക് ഇവിടേക്ക് വന്ന സമയത്ത് അതിൻ്റെ റേഞ്ച് കട്ടായി പോയി. പിന്നീട് എനിക്കത് എടുക്കാൻ പറ്റിയില്ല. കുറേ പ്രാവശ്യം ഞാൻ ട്രൈ ചെയ്തു ആ നമ്പർ തിരിച്ച് കിട്ടാൻ വേണ്ടിയിട്ട്, പക്ഷെ ഒരു വഴിയും ഉണ്ടായിരുന്നില്ല. അപ്പം അങ്ങനെയും ആ ഒരു നമ്പർ കട്ടായി പോയി. ഇങ്ങനെ പല പല സിറ്റുവേഷനിലാണ് ചില നമ്പേഴ്സൊക്കെ നമ്മുടെ കയ്യിൽ നിന്ന് മിസ്സായി പോയത്. വാട്ട് എവർ, ഇന്നത്തെ വീഡിയോൻ്റെ താഴെ ഞാൻ നിങ്ങൾക്ക് വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന കോണ്ടാക്ട് നമ്പേഴ്സ് ഈ വീഡിയോൻ്റെ താഴെ ഞാൻ പ്രൊവൈഡ് ചെയ്യാം. അപ്പോൾ അതിലേക്ക് കോണ്ടാക്ട് ചെയ്താൽ മതി. നാട്ടിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന നമ്പറും അതുപോലെ തന്നെ നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്യാൻ പറ്റുന്ന നമ്പറും ഈ ഒരു വീഡിയോൻ്റെ താഴെ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ അതിലേക്ക് കോണ്ടാക്ട് ചെയ്താൽ മതി. അതുപോലെ തന്നെ ഇനി അങ്ങോട്ടുള്ള വീഡിയോസിലും അങ്ങനത്തെ നമ്പേഴ്സ് ഞാൻ കൊടുക്കാം. അതുപോലെ തന്നെ പലരും വീഡിയോസിൻ്റെ താഴെ കോഴ്സിനെ പറ്റിയൊക്കെ ഓരോ കമൻസ് ഇടാറുണ്ട്. അപ്പോൾ മാക്സിമം നിങ്ങൾ എന്നെ കോണ്ടാക്ട് ചെയ്താൽ മതി. എനിക്കൊരു വാട്സപ്പിലൊരു മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്കുള്ള സംശയങ്ങൾക്കുള്ള റിപ്ലൈയും കാര്യങ്ങളൊക്കെ തരും. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഏതൊക്കെ കോഴ്സുകളാണുള്ളതെന്നും കൂടി ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. നമുക്ക് ആക്ച്വലി മെഡിക്കൽ കോഡിംഗ് കോഴ്സ് വരുന്നുണ്ട്, മെഡിക്കൽ ട്രാൻസ്ക്രിപ്ഷൻ കോഴ്സ് വരുന്നുണ്ട്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സ് വരുന്നുണ്ട്. ഈ 3 കോഴ്സുകളും കറൻ്റ്ലി ഇപ്പോൾ റണ്ണിങ് ആണ്. അപ്പോൾ ഇതിൽ മെഡിക്കൽ കോഡിംഗ് കോഴ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ പ്രത്യേകത, നമ്മൾ ഡുവൽ ഇൻ്റർനാഷണൽ സർട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. AI ഇൻ്റഗ്രേറ്റഡ് സർട്ടിഫിക്കറ്റും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ മെഡിക്കൽ കോഡിങ്ങിൻ്റെ സർട്ടിഫിക്കറ്റ്, കോഴ്സ് കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് പ്രൊവൈഡ് ചെയ്യും. അതുപോലെ തന്നെ AAPCൻ്റെ CPC എക്സാം എഴുതി കഴിഞ്ഞാൽ CPC ക്വാളിഫൈഡ് ആയ മെഡിക്കൽ കോഡറായിട്ട് പെട്ടെന്ന് തന്നെ ജോലിക്ക് ജോയിൻ ചെയ്യാനും പറ്റും. അതുകൂടാതെ മെഡിക്കൽ കോഡിങ്ങിൽ നമ്മൾ വേറെ ചില കോഴ്സുകളും കൂടി കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ മെഡിക്കൽ കോഡിംഗ് കോഴ്സ് പഠിച്ച് കഴിഞ്ഞ് CPC എക്സാം ഫെയിലായി പോയവരോ അല്ലെങ്കിൽ CPC എക്സാം എഴുതാൻ പോലും ഒരു കോൺഫിഡൻസ് ഇല്ലാതെ നിൽക്കുന്നവർക്കും വേണ്ടി അല്ലെങ്കിൽ CPC എക്സാം പ്രിപ്പറേഷൻ ക്ലാസ്സുകൾ നമ്മൾ കൊടുക്കുന്നുണ്ട്. അതുകൂടാതെ ഇനിയിപ്പോൾ CPC എക്സാം പാസ്സായി ജോലിക്ക് വേണ്ടി ട്രൈ ചെയ്യുന്നവർക്കായിട്ട് ഇൻ്റർവ്യൂ പ്രിപ്പറേഷൻ ക്ലാസ് കൊടുക്കുന്നുണ്ട്. അതുകൂടാതെ CPC എക്സാം കഴിഞ്ഞ് ജോലി കിട്ടിയവരോ അല്ലെങ്കിൽ ജോലിക്ക് കയറാൻ പോകുന്നവർക്കൊക്കെ ആയിട്ട് AI ഇൻ്റഗ്രേറ്റഡിൻ്റെ കോഴ്സും കൊടുക്കുന്നുണ്ട്. വിത്ത് ഇൻ്റർനാഷണൽ സർട്ടിഫിക്കേഷനാണ് ആ ഒരു കോഴ്സും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ മെഡിക്കൽ ട്രാൻസ്ക്രിപ്ഷൻ, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, ഈ 2 കോഴ്സുകളും നിങ്ങൾ +2 അല്ലെങ്കിൽ ഡിഗ്രി കഴിഞ്ഞ ഒരാൾക്ക് ചെയ്യാൻ പറ്റുന്ന കോഴ്സാണ്. ഈ ഒരു കോഴ്സിന് ശേഷം നിങ്ങൾക്ക് തൊട്ടടുത്തുള്ള ഹോസ്പിറ്റൽസിലോ ഒക്കെ ജോലിക്ക് കയറാനായിട്ട് പറ്റും. അല്ലെങ്കിൽ റെപ്യൂട്ടഡ് ആയിട്ടുള്ള നല്ല ഹോസ്പിറ്റൽസിൽ ജോലിക്ക് കയറി അവിടുത്തെ എക്സ്പീരിയൻസിന് ശേഷം നിങ്ങൾക്ക് വിദേശങ്ങളിലും ജോലി നോക്കാനായിട്ട് പറ്റും. ഹോസ്പിറ്റൽ ഫീൽഡ് ആയതുകൊണ്ട് നല്ല ഒരു സാലറിയിൽ തന്നെ നിങ്ങൾക്ക് ജോലിക്ക് കയറാനായിട്ട് പറ്റും. അപ്പോൾ ഇത്രയും കോഴ്സുകളാണ് ഇപ്പോൾ കറൻ്റ്ലി നമ്മൾ അഡ്മിഷൻസ് എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിന് ഏതെങ്കിലും അഡ്മിഷൻസ് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ താഴെ കൊടുത്തിട്ടുള്ള നമ്പേഴ്സിൽ നിങ്ങൾ കോണ്ടാക്ട് ചെയ്യുക. കോണ്ടാക്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്കൊക്കെ നിങ്ങൾക്ക് നിങ്ങളെ അലോട്ട് ചെയ്യും. അതുപോലെ തന്നെ അതിൻ്റെ ഡെമോ ക്ലാസ്സുകളും എല്ലാം നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും.
ഓക്കെ, അപ്പോൾ ഈ നമ്പർ ചേഞ്ചിന്റെ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ് വരുന്നത്, വേറെ റീസൺസ് ഒന്നുമല്ല. ഈ ഒരു കാരണം കൊണ്ടാണ് നമ്പേഴ്സിൽ വിളിച്ചു കഴിഞ്ഞാൽ കിട്ടാത്തത്. അപ്പോൾ അതെല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി ഈ ഒരു താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾ എന്നെ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് പറയാനുള്ളത്. താങ്ക് യു ഫോർ വാച്ചിങ്.